തിങ്കളാഴ്ച രാത്രി നടന്ന ദാരുണ സംഭവത്തിന്റെ മരവിപ്പ് വിടാതെയാണ് മുഖങ്ങൾക്കിടയിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഫെബിന്റെ മൃതദേഹവുമായി ആംബുലൻസ് വന്നു നിന്നത്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങിങ്ങായി ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ടായിരുന്നു. അടക്കം പറച്ചിലുകളിലൊക്കെ ഫെബിന്റെ ഓർമ്മകൾ. അവസാനമായി കാണാനെത്തിയവരിൽ അടുത്ത ബന്ധുക്കൾ, കഴിഞ്ഞാൽ ഏറെയും ഫെബിന്റെ സുഹൃത്തുക്കളായിരുന്നു. സംഭവം നടന്നറിഞ്ഞപ്പോൾ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും അവൻ ഓടി നിന്നു. ആംബുലൻസിൽ നിന്നും വീട്ടിലെ സ്വകാര്യ മുറിയിലേക്ക് മൃതദേഹം മാറ്റിയപ്പോഴും സംഭവത്തെ തുടർന്ന് ഫെബിന്റെ സഹോദരി, കോഴിക്കോട്ട് നിന്നെത്തിയിരുന്ന അമ്മയും സഹോദരിയും അടക്കിപ്പിടിച്ച തേങ്ങലുകൾ നിലവിളികളായി. അപ്പുവെന്നാണ് ഫെബിനെ വിളിച്ചിരുന്നത്. ബെൻഗിർ ആശുപത്രിയിൽ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്ന പിതാവ് ജോർജ് ഗോമസ്. അച്ഛനൊപ്പമോ അയൽക്കാർ പോലും ഫെബിനെ പുറത്തു കണ്ടിട്ടുള്ളൂ. അടുത്തിടെയാണ് പുതിയതായി ബൈക്ക് എടുത്തത്. കോളേജ് കഴിഞ്ഞാൽ വൈകിട്ട് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോകും. അങ്ങനെ കിട്ടുന്ന പണവും പഠനത്തിന് ഉപയോഗിക്കും. ഫെബിൻ്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 നടക്കും. കറുത്ത പർദ്ദ ധരിച്ച് വീട്ടിലെത്തിയ തേജസിനെ ആദ്യം മനസ്സിലായില്ലെന്നും ഫെബിൻ്റെ അമ്മ ഡെയ്സി. വീട്ടിലെത്തി ആദ്യം കോളിംഗ് ബെൽ അടിച്ചു. മുഖം തുണി കൊണ്ട് മറച്ചിരുന്നു. കതക് തുറന്നപ്പോൾ വീട്ടിനകത്തേക്ക് കയറി. പെട്രോൾ ഒഴിച്ചു. അപ്പുവിനെ ആദ്യം ആക്രമിച്ചു. പിടിച്ചു മാറ്റാൻ ചെന്ന അവൻ്റെ അച്ഛനെയും കുത്തി. അവൻ ഇറങ്ങി ഓടിയപ്പോൾ അപ്പുവും പിന്നാലെ ഓടി. അവൻ റോഡിൽ വീണു. ഓട്ടോയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവന് അനക്കമില്ല. എൻ്റെ അപ്പുവിനെ എന്തിനാ അവൻ? മകളോടൊപ്പം പഠിച്ചയാളായിരുന്നു തേജസ്. തേജസുമായുള്ള വിവാഹത്തിന് മകൾ എതിർപ്പായിരുന്നു. മകളുടെ തീരുമാനത്തിന് ഒപ്പം ഞങ്ങൾ നിന്നെന്നും ഡെയ്സി പറയുന്നു. ഫെബിൻ്റെ മരണവും ഡെയ്സി അറിയുന്നത് രാത്രി ഏറെ വൈകിയാണ്. ഫെബിൻ വെറും പാവമായിരുന്നു. തിങ്കളാഴ്ച ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ പോയത്. ക്ലാസ് ഇല്ലെന്നറിഞ്ഞ് ഒരുമിച്ച് മടങ്ങി. പിന്നീടാണ് അറിഞ്ഞത് ആ പാവത്തെ ഫെബിൻ അടുത്ത സുഹൃത്തായ റിജോയ്ക്ക് വാക്കുകൾ പൂർത്തീകരിക്കാനായില്ല. ഫാത്തിമ മാതാ കോളേജിലെ നാഷണൽ കോളേജിൽ BSc 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ.